എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ മരിക്കാവോ? ഇത് പറയാതെ മരിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. അത് പറഞ്ഞിട്ട് മരിച്ചവനാണ് വിജയിച്ചവന്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു പറയുകയാ, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. ഇത് പറഞ്ഞിട്ടേ മരിക്കാവൂ. ഇബ്രാഹിം നബി ദുആ ചെയ്തത് ഇതിനു വേണ്ടിയാണ്. യൂസുഫ് നബി പറഞ്ഞല്ലോ, തവഫനി മുസ്ലിമാ. അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. മഹാനായ യൂസുഫ് നബി അല്ലാഹുവോട് പറയുകയാ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കാവൂ. പ്രവാചകന്മാർ മക്കളോട് ഉപദേശം കൊടുക്കുകയാ. വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് മക്കളോട് പണമുണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുത്തത്. മോനെ എവിടെ കിടന്നു മരിച്ചാലും, വീട്ടിലാണോ, റോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, ആകാശത്തിലാണോ, മോനെ എവിടെ കിടന്നു മരിച്ചാലും ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. ഈമാനോടുകൂടി അല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിനക്ക് അല്ലാഹു തരും ബാപ്പാ. ചെറുപ്പക്കാരാ, നിനക്ക് ഈമാനുള്ള മരണം വേണോ? നിനക്ക് ഈമാനുള്ള മരണം വേണോ? വാവാട് ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോ നീ കൊതിച്ചവനാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതികെട്ടിത് പറഞ്ഞു തരുമ്പോ ഇന്ന് നിസാരമാണ്, കളിയാണ്, തമാശയാണ്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, ഫർദ ധരിച്ചുകൊണ്ട് എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. ഉസ്താദേ ഞാൻ ഇങ്ങനെയേ നടക്കൂ എന്ന് പറയുന്നവർ, എടാ നിനക്ക് ഈ രാജ്യത്ത് എന്ത് കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാ, അതിനുള്ള അവകാശം നിനക്കുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനോട് അല്ലാഹു പറയുകയാ, ഇതാ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കള്ളു കുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, പലിശ തിന്നാൻ പറ്റൂല. ഇതിലേ പോകുകയാണെങ്കിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരാൾ പോലും നിന്നെ തടയാനില്ല, ഒരാൾ പോലും നിന്നോട് ചോദിക്കാനില്ല. എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ ഇതെന്റെ അവസാനം നരകമാ. ബുദ്ധിയുള്ളവനല്ലേ, ബുദ്ധിയുള്ളവനല്ലേ, ചിന്തിക്കടാ മനുഷ്യ, തെരഞ്ഞെടുക്കടാ മനുഷ്യ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇതൊക്കെ പറയുമ്പോ, തലയിലെ ഒരു മുടി പോലും വെളിയിലിടല്ലേ എന്ന് പറയുമ്പോ, തലയിൽ ഷാളിടാത്ത പെണ്ണുങ്ങൾ, മാറിടം കാണിക്കുന്നവർ, വയറ് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവർ, പടച്ചവനെ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള രീതിയിൽ നടക്കുന്ന മുസ്ലിമേ, എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. നീ എന്ത്
കാണിച്ചാലും കുഴപ്പമില്ല. നീ അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓർത്തു വെച്ചോ. ഏതായത്തും മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഈ ആയത്ത് ഹൃദയത്തിന്റെ അകത്ത് നീ എഴുതി വെച്ചോ. ഇത് നീ പേടിക്കണ്ട ആയത്താടാ. അല്ലാഹു പറയുകയാ, ആരൊക്കെ പറഞ്ഞിട്ടും മുടിവെട്ടാതെ നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവേ, വാപ്പ ഉപദേശിച്ചു, ഉമ്മ ഉപദേശിച്ചു, ഉസ്താദന്മാരുപദേശിച്ചു, എന്നിട്ടും പടച്ചവനെ എനിക്ക് മോഡലാണ്, എനിക്ക് ഫാഷനാണെന്ന് പറഞ്ഞ് മുടി വളർത്തി നടക്കുന്ന ചെറുപ്പക്കാരാ, മുട്ടുമക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് പഠിച്ചിട്ട് കീറിയ പാൻറ്റും ധരിച്ച് നടക്കുന്ന യുവത്തവേ, തലമറക്കണം, ശരീരം മറക്കണം, ഫർദ ഇടണം, ഹിജാബ് ഇടണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നടക്കുന്ന പെങ്ങളെ, എന്ത് വേണമെങ്കിലും നീ മറന്നോ. ഖുർആനിലെ ഒരായത്ത് മറക്കരുത്. ഖുർആനിലെ ഒരായത്ത് മറക്കരുത്. ഏതായത്തെന്നറിയോ? അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുണ്ടല്ലോ. സ്വഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. സഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരു നാട്ടിലൂടെ പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കണ്ടപ്പോ സഹാബികൾ ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്. അല്ലാഹുവേ, ആര് പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. തന്റെ ആഗ്രഹം പോയി പറയുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് തന്റെ ആഗ്രഹം അവിടെ നിന്ന് പറയുകയാ, നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോ പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് വന്നാൽ ഞാൻ സമ്മതിക്കാം. അവൾ യഹൂദിയായിരുന്നു. ഇവൻ മതം മാറുകയാണ്. പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറുകയാണ്. അല്ലാഹുവിന്റെ ദീനപടന്ന് വലിച്ചെറിയുകയാണ്. ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവിടെ നിന്ന് മതം മാറി ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. എല്ലാവർക്കും വലിയ വിഷമമായി. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. പടച്ചവനെ, കൊല്ലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്നിരുന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ പണ്ട് മതം മാറിയ കൂട്ടുകാരനെ ഓർമ്മ വന്നു. അവനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു. തന്റെ പഴയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ. നീ ഹാഫിളായിരുന്നല്ലോ. നീ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി. എല്ലാം ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് മതിമറന്ന് ജീവിക്കുന്ന യുവത്വവേ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് ഭീഷണിയാടാ, ഇതൊരു ഭീഷണിയാടാ. അല്ലാഹു നിന്നോട് പറയുകയാ, അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ഞാൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണെങ്കിൽ എന്തു തോന്നിവാസമം കാണിച്ച് നടന്നോടാ. ഓന്തോടിയാ എവിടെ വരെ ഓടുവടാ. പഴഞ്ചൊല്ല് പറയുവല്ലോ, ഓന്തോടിയാൽ എവിടെ വരെ ഓടും. നീ പോയാ എവിടെ വരെ പോകാനാടാ. നീ പോയാൽ എവിടെ വരെ പോകുമടാ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും
ഫർദയും ഹിജാബ് വിട്ടുകൊണ്ട് വീഡിയെടുത്തിട്ട് ഈ ഉമ്മത്തിനെ കളിയാക്കുന്ന യുവത്വേ ഇന്ന് പറയാതിരിക്കാ കഴിയില്ലല്ലോ. യൂട്യൂബ് എടുത്തു നോക്കിയാൽ, പഠിച്ചവനെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ, തലമറയ്ക്കുന്ന പെങ്ങളോട്, വീഡിയോ പിടിക്കുന്ന പെങ്ങളോട് പറയുന്നു, നീ വീഡിയോ എടുത്താ പോരെ, എന്തിനാ മോളെ തലമറയ്ക്കുന്നത്, എന്തിനാ പെങ്ങളെ ഫർദയിടുന്നത്, എന്തിനാ ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്, നിനക്ക് കാണിക്കണമെങ്കിൽ കാണിച്ചാ പോരെ. പെങ്ങൾ ഒരു കാര്യം ഓർത്തു, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിലേക്ക് തന്നെ നീ തിരിച്ചു വരണമെന്ന് മറക്കരുത്. ഉസ്താദിന്റെ ജനാസ കണ്ടപ്പോ കൊതിച്ചില്ലേടാ ചെറുപ്പക്കാരാ? എന്തൊരു മരണമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്, എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു വെളിച്ചമാ അല്ലാഹ്. 3 കഷ്ടം വെള്ള തുണിയുടെ അടിയിൽ ഇങ്ങനെ കിടന്നപ്പോഴും ഉസ്താദ് പറഞ്ഞില്ലേ, പോകുമ്പോ ഇതുപോലെ പോകണേ, പോകുമ്പോ ഇതുപോലെ പോകണേ. കാണാമെന്നവർ പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കാണുന്നവര് പറയുന്ന രീതിയിൽ നല്ല ഒരു മരണം പേടിക്കടോ മുസ്ലിമേ. ജീവിച്ചിരിക്കുന്ന കാലത്തു നീ മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ലടോ. പറയേണ്ടത് എപ്പോഴെന്നറിയോ? നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന 40 പേര് പറയണം, നീ നല്ലവനാണ്, നീ നല്ലവനാണ്, നീ നല്ലവനാണ്. നീ മരിച്ചെന്ന് കേൾക്കുമ്പോ 40 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടടാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ഒരു നല്ല മരണം വേണമെന്ന് കൊതിക്കുന്നവര്, ഈമാനുള്ള മരണം വേണോ, ഈമാനുള്ള മരണം വേണോ? ഈ ആയത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, എന്റെ കയ്യിൽ നിന്ന് വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായ സഹാബിയ. മഹാനായ സഅദ് തങ്ങൾ വഫാത്തായപ്പോ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. പടച്ചവനെ, എല്ലാവരും വേദനയിലാണ്, എല്ലാവരും പ്രയാസത്തിലാണ്. സഅദ് തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്, ചുണ്ടിൽ പുഞ്ചിരിയാണ്, മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. കാണുന്നവര് പോലും അത്ഭുതത്തോടെ നോക്കുകയാണ്. മനോഹരമായ ഒരു മരണം അല്ലാഹു കൊടുത്തു, മനോഹരമായ ഒരു മരണം അല്ലാഹു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വാവാട് പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാരും കുടുംബക്കാരും ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ പരിസരത്ത് ടാർപ്പ വലിച്ചു കെട്ടി ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടുവച്ചു നിന്റെ ജനാസ കൊണ്ടുവന്ന് കുളിപ്പിക്കുമല്ലോ. അല്ലാഹുവേ, അതാ പടച്ചവനെ നല്ലതുപോലെ കുളിപ്പിച്ചു, നിന്നെ ഉളുപെടുപ്പിച്ചു, നല്ലതുപോലെ തുടയ്ക്കുകയാണ്. എന്നിട്ട് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തി കിടത്തുകയാ. എന്നിട്ട് കുറച്ച് പഞ്ഞിയെടുത്ത് സുഗന്ധം തേക്കുകയാണ്. മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ.
അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഇങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ടടാ. വാവാട് പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നോ, നിന്നെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുവന്നോ, കാണേണ്ടവരൊക്കെ കണ്ടു, പൊതിഞ്ഞെടുത്തു വെക്കുമല്ലോ. ആരാടാ ചുമക്കേണ്ടത്? ആരാ വാപ്പമാരെ നിന്റെ ജനാസ ചുമക്കേണ്ടത്? കള്ളു കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? നിസ്കരിക്കാത്തവനാണോ? അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവനാണോ? ആരാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ തള്ളവരള കുത്തിയിട്ട് നടക്കുകയാ. അവിടുന്ന് തള്ളവരള കുത്തിയിട്ട് നടന്നു പോവുകയാണ്. ജനാസ ചുമക്കുന്ന സ്വഹാബികൾ പറയുകയാ, ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനാസയ്ക്ക് ഭാരമില്ല നബിയേ, തള്ളവരള കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ നബിയേ, എന്തു പറ്റിയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്ന് സ്വഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബ, എനിക്ക് നടക്കാ സ്ഥലമില്ല സഹാബ, തള്ളവരള കുത്താനാണ് എനിക്ക് സ്ഥലം കിട്ടിയത്. സഅദ് തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാണ് സഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തവർക്ക് പടച്ച റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാ മുസ്ലിമേ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്. സൗദിയുടെ ഭരണാധികാരിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മലക്കുകളുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാണ്. അത് മാത്രമല്ലല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണിന് പോലെ സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. ആ മനുഷ്യൻ അത്ഭുതമാവുകയാണ്. അവിടുന്ന് ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ അവസാനം മണ്ണ് വാരിയെടുക്കുകയാണ്. 6 മണ്ണിന്റെ ഖബർ കുഴിച്ചിട്ട് അവസാന ഖബറിനകത്തിരുന്നിട്ട് അവിടുന്ന് റബ്ബേ ഖബറിലെ മണ്ണ് വാരിയെടുക്കുകയാ. ഖബർ കുടിച്ചവൻ പോലും കരയുകയാ, ഖബർ കുടിച്ചവൻ പോലും കരയുകയാ. അല്ലാഹുവേ, എന്തൊരു ഭാഗ്യവാ സഹോദരാ. ഈ നാട്ടിലെ പാവാട് ഖബർ കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കില് ചെന്ന് ചോദിക്കടോ, ചെന്ന് ചോദിക്കടോ. ആരുടെയെങ്കിലും ജനാസ ഖബറടക്കാൻ സാക്ഷാൽ വാവാട് ഉസ്താദിന്റെ ഖബർ കുടിച്ച മനുഷ്യനോട് ചോദിക്കടോ, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലടോ മനുഷ്യ, ഇല്ലടോ മനുഷ്യ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മഹാരാ, എങ്ങനാ മനുഷ്യ? ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമല്ലേ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമല്ലേ. അല്ലാഹുവേ, ഖബർ കുഴിക്കുന്ന മനുഷ്യന് മണ്ണ് വാരി മടിയിൽ വെക്കുകയാണ്. ഖബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി നോക്കുമ്പോ അല്ലാഹുവേ, കസ്തൂരിയെ പോലെ വാസിക്കുകയാ. സഅദ് തങ്ങളുടെ ഖബറിനകത്ത് നിന്ന് വാരിയെടുത്ത മണ്ണുണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട് മുഴുവനും അവിടെ നിന്ന് വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. അവസാനം ഈ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. സഅദ് തങ്ങളുടെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, എങ്ങനെയാ സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ ഈ
ഈ പ്രതിഫലം കിട്ടിയത്? ഞാൻ നിനക്ക് വേണ്ടി ഖബർ കുടിച്ചവനാണല്ലോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ സഅദേ? ഖബർ കുടിച്ച മനുഷ്യനെ പെട്ടെന്ന് ചോദിക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഇതിനു പകരം എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലമാ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നവര്, ആ ഖുർആനിനെ ആദരിക്കുന്നവര്, ആ ഖുർആനിനെ സ്നേഹിക്കുന്നവര്, ആ ഖുർആനിനെ പാരായണം ചെയ്യുന്നവര്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നബി അമ്മാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഏത് മറയെന്നറിയോ? ഏത് മറയെന്നറിയോ? ഈ ആയത്ത് പാരായണം ചെയ്താൽ, ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അതോ ജീവിച്ചിരിക്കുമ്പോ പോവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഓതുവോ? ഓതുവോ? ഇത്രയും നേരം ഓതുമെന്ന് പറഞ്ഞവനുള്ള പ്രതിഫലം, ഇനി ഓതാത്തവൻ അല്ലാഹു തരുന്ന ശിക്ഷ. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓതുമെന്ന് നീയത്തിയുന്നവരൊക്കെ കൈവക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തേ ആയത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത്, ആയത്തുൽ കുർസി. ഏതായത്ത്? ഏതായത്ത്? ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട് പാപ്പാ. നീ നാട് നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും പള്ളിയിലെ ഉസ്താദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ രക്തത്തിൽ പറന്ന ആ 15 വയസ്സുള്ളവനെ ഒന്ന് നേരെയാക്കി കാണിക്ക്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ നടന്നിട്ട് കാര്യമില്ല. അല്ലാഹു പറയുകയാ, ഇന്ന് കയറി നോക്കിയിട്ടുണ്ടോ മൊബൈലൊക്കെ? കയറി നോക്കാതിരിക്കല നല്ലത്. ഫർദയിട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ, ഡാൻസ് കാണാൻ, എന്തൊക്കെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പം ചാമ്പലിന്റെ കാലവാ. അല്ലാഹു കാക്കുമാറാകട്ടെ. കുറെ കാലം ചാമ്പലായിരുന്നു. പള്ളിക്കമ്മറ്റിക്കാർ വരെ ചാമ്പുവായിപ്പോ. അലച്ചേക്ക്. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവന്മാര് മുഴുവനും എല്ലാരും ഇങ്ങനെ നിൽക്കും. പ്രസിഡന്റ് വന്നിട്ട് കാല് പൊക്കി വെച്ചിട്ട് ചാമ്പിക്കും. നാളെ റബ്ബെടുത്തിട്ട് ചാമ്പുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നീ എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. എങ്ങനൊക്കെ നടന്നാലും അവസാനം എൻ്റെ അടുക്ക് തന്നെ നീ തിരിച്ചു വരും. നടന്നു. അതെന്നെ എനിക്കും പറയാനുള്ളൂ, എന്നോടും നിങ്ങളോടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളോടല്ല. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താടാ ഞങ്ങളെ മുഴുവൻ ഇങ്ങനെ പറയണം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ ഒന്നും നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരാമീൻ പറ. ഇത്രയും പേരില്ലേ, ആരുടെയെങ്കിലും ഒരു ആമീൻ അല്ല കേട്ടാ ഞാൻ രക്ഷപ്പെടും. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ പറ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന എല്ലാവരും ആമീൻ പറ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഇത്രയും പണ്ഡിതന്മാരിവിടെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ വഴുതു പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പണ്ഡിതന്മാരുള്ള ആലിമീങ്ങളുള്ള നാടല്ലേ. അൽഹംദുലില്ലാ. പാവാട് ഉസ്താദ്, അതുപോലെ തന്നെ പാറന്നൂർ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ എല്ലാവരും. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. എല്ലാവരും നന്നാകണം. ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളല്ല, എൻ്റെ കയ്യാ.
കഴുകുന്നവൻ്റെ കൈ ആദ്യം വെളുക്കുന്നത്, പിന്നെയാണ് വസ്ത്രം വെളുക്കുന്നത്. അതുകൊണ്ട് ആദ്യം എനിക്ക് വെളുക്കണം, നമുക്കെല്ലാവർക്കും വെളുക്കണം. അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, എവിടെ പോയാലും തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. നാട്ടുകാർ പറയും തോടി എവിടെ വരെ ഓടുന്നു, അതിനൊരു പരിധിയുണ്ട്, തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഈ ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, 10:30 കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ ലക്ഷ്യമാണ്, ഒരു വലിയ ക്യാമ്പസാണ് ഇവർ സ്വപ്നം കാണുന്നത്. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആരും മോസിന് കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. ഇതിന്റെ അർത്ഥം അറിയാത്ത ആരുമില്ല. ഈ സദക്ക കൊടുത്താൽ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയാം, കൊടുക്കില്ല. ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വഴുത് കഴിഞ്ഞു, 11 മണിക്ക് വീട്ടിൽ പോയി, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, കിടന്നുറങ്ങാൻ തയ്യാറായി, ബാത്റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ടൊന്ന് താഴെ വീണു, തല പോയി ഭിത്തിയിലടിച്ചു, ബുദ്ധിയില്ല, അനക്കമില്ല. പൊക്കിയെടുത്തുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. ഇത്തിരി സീരിയസാ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തും പറയാൻ പറ്റൂ. നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്കൽ വരുന്നു, കോളേജിൽ വരുന്നു. ഉസ്താദെ, മുത്തല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, 2000 രൂപ കയ്യിൽ. ഒരു സദക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാ, ഉസ്താദേ, വാപ്പ വെന്റിലേറ്ററില്ല, ഐസിയുവിലാ, രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല നിനക്ക്. അതുകൊണ്ടാണോ നിബിധങ്ങൾ പറഞ്ഞത്, എന്തിനാ വീഴാൻ കാത്തിരിക്കുന്നേ, വീഴുന്നതിന് മുമ്പേ കൊടുത്താ പോരെ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. രോഗങ്ങളെ മാറ്റുമടോ. ക്യാൻസറിനും ട്യൂമറിനും പോലും മരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവര് രോഗം വന്നാൽ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വികായയുടെ ചെറുപ്പക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. നിന്റെ കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നതാണോ എന്ന് നിനക്കറിയില്ലല്ലോ. എടോ, നിന്റെ അടുത്ത് നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. മനുഷ്യ, സദക്ക കൊണ്ട് ചികിത്സിക്കടാ, അതൊരു പനിയാക്കി മാറ്റി ചെറുപ്പക്കാരാ. ഉപ്പമാരേ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ കാത്തു നിൽക്കുകയാണ്. ഈ സംഘാടകർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ അതിനകത്തേക്ക് എടുത്തിട്ടാൽ അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ കൊടുത്തതിൽ പങ്ക് ഇതാ കൊടുത്തിരിക്കുകയാ. നീ മനുഷ്യന് ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്യുന്നത് ആലിമല്ല, ഹാഫിളല്ല, തങ്ങളല്ല, നബിയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പോക്കറ്റിന്റെ അകത്ത് പൈസ വെച്ചിട്ട് ഉറക്കം നടിക്കുന്നവനെ, കാണാത്തവനെ പോലെ ഇരിക്കുന്നവനെ, അഭിനയിക്കുന്ന മനുഷ്യ, മലക്ക് പറയുന്നു, അല്ലാ, നീ കൊടുത്തത് ഇവനെ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, നീയും പിടിച്ചു വെക്കണേ അല്ലാ. എന്തിനാ മോനെ ഇങ്ങനെ ഒരു ദുആ നീടുന്നത്? അതുകൊണ്ട് സംഘാടകർ വരികയാണ്. കയ്യിലുള്ളതെടുത്തോ, ഒരു നല്ല സദക്ക കൊടുത്തോ. ഇത് ജാരിയായ സദക്കയാ. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഏതെങ്കിലും മോശമായ രോഗങ്ങളുടെ അണുക്കള് ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു ജലദോഷമാക്കി, ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി പൊക്കോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാ 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ ഇൻഷാ അല്ലാഹ്. നാലാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കാട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരുടെ മുമ്പിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് നിസാരമാക്കുന്ന മനുഷ്യ, നിന്നെ അള്ളാഹു എന്താണ് വിളിച്ചതെന്നറിയോ? അള്ളാഹു നിന്നെ വിളിച്ചതെന്താണെന്നറിയോ? ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്നെ ഉപമിച്ചത് എന്തിനോടെന്നറിയോ? അള്ളാഹു നിന്നെ ഉപമിക്കുകയാണ്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ, മക്കള് നല്ലതുപോലെ പഠിക്കാതെ വരുമ്പോ നീ പറയും, എന്താടാ നീ കഴുതയെ പോലെയായത്? മക്കള് പഠിക്കാതെ വരുമ്പോ, പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കും, നീ എന്താടാ കഴുതയെ പോലെ നടക്കണേ? നീ എന്താ കഴുതയെ പോലെ നടക്കണേ എന്ന് ചോദിക്കൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാ. അള്ളാഹു പറയുകയാ, അവൻ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്ക് അവനെ ഉപമിച്ചത്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വറ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ മറ്റൊരു ഭാഗത്ത്. എടാ, ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാം നിന്റെ മുന്നിൽ ഓതിക്കേൽപ്പിച്ചിട്ട് ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ. ഖുർആൻ ചോദിക്കുകയാ, കഴുതയെ പോലെ ആകരുത് നീ. കഴുതയെ പോലെ നിന്നെ ഉപമിക്കുന്നത് ഒരു ഒന്നും ചിന്തിക്കാത്തവനെ പോലെ. ഇങ്ങനെ കേൾക്കുന്നു, കളയുന്നു, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് ഉപമിക്കുകയാണ്. ഒന്നാമതായിട്ട് അള്ളാഹു ചോദിക്കുകയാ, നീയാണ് ഏറ്റവും വലിയ അക്രമി. രണ്ടാമത് അള്ളാഹു പറയുകയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടന്നു പോകൂല. മൂന്നാമതായിട്ട് അള്ളാഹു പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അള്ളാഹു പറയുകയാ, മോനെ നിന്നെ കഴുതയിലേക്കാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കുകയാണ്, എന്തേ ഉസ്താദേ എന്റെ കച്ചവടത്തില് ബറക്കത്തില്ലാത്തത്? എന്റെ കച്ചവടത്തില് ബറക്കത്തില്ലല്ലോ, സമാധാനമുള്ള ഒരു ജീവിതമില്ലല്ലോ, ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദ്. എന്റെ കടം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കണ്ണുനീര് മാറുന്നില്ലല്ലോ, എനിക്ക് മക്കളെ കിട്ടുന്നില്ലല്ലോ, ജീവിതം മടുത്തു ഉസ്താദ്. ഇതെന്തൊരു ജീവിതമാ, ഇതെന്തൊരു ജീവിതമാ, മരിച്ചാ മതിയെന്ന് തോന്നുന്നില്ലേ മനുഷ്യ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവനെ, നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.